24 ബിഗ് എക്സ്ക്ലൂസീവ്. പാർട്ടിയാണ് തനിക്ക് വലുത്, സ്ഥാനമാനങ്ങളല്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്ന് വെച്ച് പാർട്ടിയെ വിഷമത്തിലാക്കുക എന്നത് തന്റെ അജണ്ടയിൽ ഇല്ല എന്നും KC വേണുഗോപാൽ 24നോട് പറഞ്ഞു. കസേരയ്ക്ക് വേണ്ടി പഠിച്ചതും മാറ്റാൻ തയ്യാറല്ലെന്നും KCയുടെ വൈകാരിക പ്രതികരണം. കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിന് പിന്നാലെ ഒരു ചാനലിന് മാത്രമായി KC വേണുഗോപാൽ നൽകിയ ആദ്യ പ്രതികരണമാണ് 24ന് കിട്ടിയത്. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 24നോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം കൂടുതൽ മാധ്യമങ്ങൾക്ക് മുൻപിലൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. കാരണം സംഘടനാ തലത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇദ്ദേഹത്തെ നമ്മൾ കാണുന്നത്. KC, ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത്, KC നടത്തിയ അല്ലെങ്കിൽ ചെയ്ത ഒരു വലിയ ത്യാഗമാണ് ഇപ്പോൾ പ്രശ്നങ്ങളില്ലാതൊരു മന്ത്രിസഭയിലേക്ക് പോകുന്നത് എന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. പാർട്ടി ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട കാലമല്ലേ? പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് അവരുടെ കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും ഒരറുതി വരുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് കേരളത്തിലുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ആ ഫലം അവർക്ക് ലഭിക്കണം, ജനങ്ങൾക്ക് ലഭിക്കണം. ഈ വ്യക്തിപരമായി കിട്ടാവുന്ന ഒരു വലിയ സ്ഥാനം ഒരുപക്ഷെ ഒരു സമവായത്തിന് വേണ്ടി അങ്ങ് ത്യജിക്കുന്നു, ചിരിച്ചുകൊണ്ട് ആശംസകൾ നേരുകയാണ്. പക്ഷേ ഒരുപാട് പ്രവർത്തകരുടെ മുഖത്ത് മ്ലാനതയാണ്. അത് പ്രവർത്തകർക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അതിനെ പ്രത്യേകമായിട്ട് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമാണ്, അതിനെ ആ രീതിയിൽ കാണുന്നു. പക്ഷെ പാർട്ടിയാണ് എല്ലാം. പാർട്ടിയാണ് നമ്മളെല്ലാം എവിടെയെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്തിച്ചത് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം. ആ പാഠം തെറ്റിക്കില്ല. പാർട്ടിക്ക് വേണ്ടിയുള്ള ത്യാഗമാണ്. അല്ല, ത്യാഗം എന്ന് ഞാൻ പറയുന്നില്ല. പാർട്ടി ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്ന് വെച്ച് പാർട്ടിയെ വിഷമത്തിലാക്കുക എന്ന് പറയുന്നത് അജണ്ടയിലേ ഉള്ള കാര്യമല്ല. ഈ മന്ത്രിസഭാ രൂപീകരണ ചർച്ചയ്ക്കും അങ്ങ് തന്നെ നേതൃത്വം നൽകുകയാണ്. പ്രശ്നങ്ങളില്ലാതെ സമവായമുണ്ടാക്കാൻ നഷ്ടപ്പെട്ട ഒരാൾ സമവായത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അല്ല, അത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ? പാർട്ടി ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെയും കൂടെ തീരുമാനമല്ലേ? ഓരോ കോൺഗ്രസ്സുകാരൻ്റെ തീരുമാനമല്ലേ? എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇനി KC എന്നാണ് ഒരു മുഖ്യമന്ത്രിയായി കാണുക? രാഷ്ട്രീയത്തിൽ സ്ഥാനങ്ങൾക്കും കസേരകൾക്കും വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു മനസ്സല്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അവസരങ്ങൾ പാർട്ടി തന്നിട്ടുണ്ട്. ആ അവസരങ്ങൾ തന്നത് ഉപയോഗിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന കസേരയിൽ ഇത്ര നാൾ കൊണ്ട് ഇരിക്കണം എന്നുള്ള മോഹമൊന്നും, അതിൽ കലണ്ടറൊന്നും ഞാൻ വരച്ചു വെച്ചിട്ടില്ല. KCയുടെ ശബ്ദത്തിൽ ഒരു വൈകാരികതയുണ്ട്. പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്, തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല നിലപാടെടുക്കുന്നത്, നിലകൊള്ളുന്നത് എന്നാണ് KC വേണുഗോപാൽ 24നോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. അപ്പോൾ അതാദ്യമായാണ് KC അത്രത്തോളം കുറച്ചൊന്ന് വിശദമായി മനസ്സ് തുറക്കുന്നത്. എന്നാൽ ഒരുപാട് വിശദമായിട്ടുമില്ലെങ്കിൽ കൂടിയും ദീപക് ധർമ്മടം ചെയ്യുന്നത്. ദീപക്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ചോദ്യത്തിന് മറുപടി ആണെങ്കിൽ കൂടിയും ഇഷ്ടപ്പെട്ടത്, ആഗ്രഹിച്ചത് കിട്ടിയിട്ടില്ല എന്നൊരു സ്ഥിരീകരണം KC വേണുഗോപാൽ നടത്തുന്നുണ്ട്. റെഡി ആഷ്മി, അതുതന്നെയാണ്. ഒരുപക്ഷെ ആദ്യമായാണ് താൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചിരുന്നുവെന്നും ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്നുള്ളത് ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടേ എന്നാണ് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരം. അതായത് പാർട്ടി ഒറ്റക്കെട്ടായി കേരളത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി താൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനം നടപ്പിലാക്കുന്നു. ഹൈക്കമാൻഡ് തീരുമാനം എന്നാൽ തൻ്റെയും കൂടി തീരുമാനമാണ് എന്ന് വളരെ വൈകാരികമായി, ഒരുപക്ഷെ KC ഇതാദ്യമായാണ് ഒരു ചാനലിനോട് തൻ്റെ നിലപാടുകളെക്കുറിച്ച്, തൻ്റെ മനസ്സ് പങ്കുവയ്ക്കുന്നത്. ആ രീതിയിലുള്ള ഒരു വൈകാരിക പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. കസേരയ്ക്ക് വേണ്ടി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ, പാർട്ടിയെ കുഴപ്പത്തിലാക്കാൻ താനില്ല എന്ന് KC വേണുഗോപാൽ പറയുന്നു. മറ്റൊരു കാര്യം ഇതിൽ പറയുന്നത്, രമേശ് ചെന്നിത്തലയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഒരു സീനിയറായ ഒരാളാണ്. അദ്ദേഹത്തിന് വിഷമമില്ലാതെ നോക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ നൽകി അദ്ദേഹത്തെ കൂടി ക്യാബിനറ്റിലേക്ക് വരണമെന്ന് താൻ തന്നെ നേരിട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ അനുനയിപ്പിക്കുകയും ചെയ്തത്. സമവായ ചർച്ചകളെല്ലാം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഫുൾ ക്യാബിനറ്റ് ഒരുമിച്ച് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും എന്നുകൂടി KC വേണുഗോപാൽ 24നോട് പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ കുഴപ്പമുണ്ടാക്കാൻ താനില്ല, എല്ലാത്തിനും മുകളിൽ പാർട്ടിയാണ്. ആഗ്രഹിച്ചത് കിട്ടിയില്ല, ആഗ്രഹിച്ചത് പലതും പാർട്ടി തരും, പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ ഒരു പാർട്ടിയിൽ പ്രശ്നമുണ്ടാക്കാൻ താനില്ല എന്ന് KC വൈകാരികമായി തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടയ്ക്കിടറുന്നുമുണ്ട്, അദ്ദേഹം കൃത്യമായി പറയുന്നു.
എന്നാൽ അതേ സമയത്ത് തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം താൻ ഇവിടെ തന്നെ ഉണ്ടാകും. കാരണം 10 വർഷം തല്ലുകൊണ്ട കോൺഗ്രസ് പ്രവർത്തകർ അവർ ആഗ്രഹിച്ച ഒരു ജനവിധിയാണ്. അവർക്ക് സംരക്ഷണം നൽകാൻ താൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുകൂടി KC പറഞ്ഞു വയ്ക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയമാനമുണ്ട്. ഒരുപക്ഷെ വൈകാരിക പ്രതികരണം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പാർട്ടി കാര്യങ്ങൾ താൻ തീരുമാനിക്കും എന്നത് തന്നെയാണ് KC പറഞ്ഞതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത്. ഹാഷ്മി. ഓക്കെ, ദീപക് തർമ്മണമാണ് KC വേണുഗോപാലെ സംസാരിച്ചത്. KC വേണുഗോപാൽ ഇതാദ്യമായി അത്തരത്തിൽ അത് മുഖ്യമന്ത്രി പദവി ആഗ്രഹിച്ചിരുന്നതാണ് എന്ന് ചോദ്യത്തിന് മറുപടിയിൽ കൂടിയാണെങ്കിൽ കൂടി തുറന്നു പറയുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.